നമസ്കാരം. കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അമേരിക്കയിലേക്ക് ചികിത്സക്കായി തിരിക്കുകയാണ്. ദുബായ് വഴി US-ലെ മിനാസോട്ടയിലുള്ള മയോ ക്ലിനിക്കിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ഒരാഴ്ച നീളുന്ന യാത്ര. ഇത് 4ാം തവണയാണ് അദ്ദേഹം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത്. സംസ്ഥാനത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന അമ്മ മരണപ്പെട്ട സംഭവത്തിൽ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഈ യാത്ര എന്നത് ഓർക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ ചികിത്സകൾ എന്നും ഒരു പൊതു ചർച്ചാ വിഷയമാണ്. 2018 അദ്ദേഹം ആദ്യമായി അമേരിക്കയിൽ ചികിത്സ തേടുന്നത്. അതിനുശേഷം 2022 ജനുവരി 11 മുതൽ 26 വരെയും തുടർന്ന് ഏപ്രിൽ അവസാനവും അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരുന്നു. ഈ യാത്രയും മുൻ ചികിത്സകളുടെ തുടർച്ചയാണെന്നാണ് ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ ചികിത്സകൾക്ക് സംസ്ഥാന ഖജനാവിൽ നിന്ന് വലിയൊരു തുകയാണ് ചിലവഴിക്കുന്നത് എന്ന് ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. 2021 ജൂലൈ 7 മുതൽ 2024 ഒക്ടോബർ 3 വരെയുള്ള കാലയളവിൽ മാത്രം മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഇനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സക്കായി മാത്രം കൈപ്പറ്റിയത് 77,74,356 രൂപയാണ് എന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ഇക്കുറിയും ഈ യാത്രയുടെ ചിലവ് സർക്കാർ തന്നെയാണ് വഹിക്കുന്നതത്രേ. പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ സർക്കാർ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ലെന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ആഡംബര ചികിത്സകൾക്കായി കോടികൾ ഇങ്ങനെ ചിലവഴിച്ചു കൂട്ടുന്നത്. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയും ഭരണപക്ഷവും തങ്ങളുടെ ചികിത്സയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് വിമാനം കയറുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ മേന്മയെക്കുറിച്ച് ഭരണപക്ഷം എപ്പോഴും സംസാരിക്കാറുണ്ട്, അതും വാതോരാതെ. എന്നാൽ മുഖ്യമന്ത്രിയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ചികിത്സയ്ക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളുടെ പരിമിതികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പറയാതെ വയ്യ. ഈ വിഷയത്തിലെ വൈരുദ്ധ്യവും പൊതുസമൂഹത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മകൾക്ക് കൂട്ടിരിപ്പിനെത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ മരണം കേരള മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായി മാറിയിരിക്കുകയാണ്. കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് ശുചിമുറിയിൽ കുടുങ്ങിയ ബിന്ദുവിനെ രക്ഷിക്കാൻ അധികൃതർക്ക് കൃത്യസമയത്ത് കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനമായി ഉയർന്നു വരുന്ന ആരോപണം. ദുരന്തം നടന്നയുടൻ സ്ഥലത്തെത്തിയ മന്ത്രിമാരായ VN വാസവനും വീണ ജോർജും തകർന്ന കെട്ടിടം ആളൊഴിഞ്ഞതാണെന്നും അതിൽ ആരും കുടുങ്ങിയിട്ടില്ലെന്നും ആവർത്തിച്ചു പറഞ്ഞത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ ഏറെ വൈകിയാണ് ഒരു സ്ത്രീ അതിൽ പെട്ടിട്ടുണ്ടെന്ന സംശയം ഉയരുകയും പരിശോധനയിൽ ഗുരുതരമായ പരിക്കുകളോടെ ബിന്ദുവിനെ കണ്ടെത്തുകയും ചെയ്തത്. പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. വിലപ്പെട്ട 2 മണിക്കൂറോളം സമയം നഷ്ടപ്പെട്ടതാണ് ബിന്ദുവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. സംഭവം നടക്കുമ്പോൾ ജില്ലാതല വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്തുണ്ടായിരുന്നു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളുടെ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള ജില്ലാതല പദ്ധതി അവലോകന യോഗം ഏറ്റുമാനൂർ തെള്ളകത്ത് നടക്കുന്നതിനിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായത്. അവിടെ നിന്നാണ് മന്ത്രിമാരായ വീണ ജോർജും വാസവനും സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നതും. കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രതികരണം മൗനമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് യാതൊന്നും പ്രതികരിക്കാതെ കടന്നു പോവുകയാണ് ചെയ്തത്. എല്ലാം മന്ത്രിമാർ പറയും എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കാണ് മുഖ്യമന്ത്രി ആദ്യം പോയത്. അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവനും ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറും ആരോഗ്യ വകുപ്പിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്നവരും പിന്നീട് സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം പെട്ടെന്നെടുത്തതാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ പോലും പറയുന്നത്. എന്നാൽ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രി അപകടം നടന്ന സ്ഥലം സന്ദർശിക്കാതെ മടങ്ങിപ്പോയി എന്നതിനെ ചൊല്ലിയാണ്.
മന്ത്രിമാരുമായി ചർച്ച നടത്തിയ ഉടൻ മുഖ്യമന്ത്രി അവിടെ നിന്നും തിരിച്ചു പോവുകയായിരുന്നു. ദുരിതബാധിതരെ നേരിട്ട് കാണാനോ ദുരന്തത്തിന്റെ തീവ്രത നേരിട്ട് മനസ്സിലാക്കാനോ മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നത് പൊതുസമൂഹത്തിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന വാഹന വ്യൂഹത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് സംഘം കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. കൂടാതെ ആം ആദ്മി പാർട്ടിയും BJPയും എല്ലാം രംഗത്തുണ്ടായിരുന്നു. ഇത് സർക്കാരിനെതിരെ ജനരോഷം എത്രത്തോളം ശക്തമാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ദാരുണമായി മരണപ്പെട്ട ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകളിൽ ഭരണപക്ഷത്തു നിന്നുള്ള ആരും തന്നെ പങ്കെടുത്തില്ല എന്നതും വളരെ ശ്രദ്ധേയമായി വിമർശിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പ്രതിപക്ഷ പാർട്ടികളും സാമൂഹിക മാധ്യമങ്ങളും വലിയ തോതിൽ ഉന്നയിച്ച ഒരു വിഷയം കൂടിയാണ്. ഒരു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടയാളുടെ സംസ്കാര ചടങ്ങുകളിൽ പോലും ഭരണകൂടം നിസ്സംഗത പുലർത്തി എന്നത് സർക്കാരിന്റെ ജനങ്ങളോടുള്ള സമീപനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായി ഉയർത്തിക്കാട്ടപ്പെടുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ സംഭവം ആരോഗ്യ വകുപ്പിൽ നിലവിലുള്ള പ്രശ്നങ്ങളുടെ തുടർച്ച മാത്രമാണ്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളുടെ ക്ഷാമം, ആവശ്യത്തിന് ജീവനക്കാരില്ലായ്മ, ഉപകരണങ്ങളുടെ അപര്യാപ്തത, കെട്ടിടങ്ങളുടെ ശോച്യാവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ വളരെ വ്യാപകമാണ്. ഇത് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ചികിത്സയെ സാരമായി ബാധിക്കുന്നുണ്ട്. നേരത്തെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ആരോഗ്യ വകുപ്പിലെ കെടുകാര്യസ്ഥതകൾ തുറന്നു കാട്ടിയിരുന്നു. അഴിമതി ആരോപണങ്ങളും സ്വജനപക്ഷപാതവും ആരോഗ്യ വകുപ്പിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ നിലവിലുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം സർക്കാർ മൗനം പാലിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, 2026 തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതിനെല്ലാം സർക്കാർ മറുപടി നൽകേണ്ടി വരും എന്നത് തീർച്ചയാണ്. ഈ ഒരു മെഡിക്കൽ കോളേജ് ദുരന്തം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. BJP, ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് എന്നിവയടക്കം ഭരണപക്ഷത്തിനെതിരെ സംസ്ഥാനത്താകെ ഒട്ടുമിക്ക പാർട്ടികളുടെയും വലിയ പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. വീണ ജോർജിന്റെ വീട്ടിൽ വലിയ തരത്തിലുള്ള കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം വളരെ ശക്തമാണ്. പിണറായി വിജയൻ സർക്കാരിനെ താഴെയിടാനുള്ള ഒരു വലിയ അവസരമായി ഇത്തരം സംഭവങ്ങൾ മാറുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സമാനമായ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുമെന്നതിൽ സംശയമില്ല. ആരോഗ്യരംഗത്തെ വീഴ്ചകളും ഭരണകൂടത്തിന്റെ നിസ്സംഗതയും ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായ വികാരം ശക്തമാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഏകോപനവും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിർണായകമായി സ്വാധീനിച്ചേക്കാം. ഈ ദുരന്തം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. വോട്ടർമാരുടെ മനസ്സിൽ ഈ സംഭവങ്ങൾ എത്രത്തോളം ആഴത്തിൽ പതിയും, അത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും.